ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ലിവിങ് ഇൻ ഹാർമണി, ഒന്നിച്ചു നിൽക്കാം എന്നുള്ളത് അല്ലെ. അപ്പൊ അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഏതാണ് നമ്മളെ ടോപ്പിക്? ഫുഡ് ചെയിനും ഫുഡ് വെബും അല്ലെ. ഭക്ഷ്യശൃംഖലയും ഭക്ഷ്യശൃംഖല ജാലവും, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഒരു ഫുഡ് ചെയിൻ തയ്യാറാക്കുന്നത്, എഴുതുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ മക്കള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇതാ പുല്ല് കാണുന്നുണ്ട് അല്ലെ. നമ്മുടെ പുല്ല് സാധാരണയായിട്ട് ആരാ കഴിക്കാറുള്ളത്? നമ്മുടെ പുൽച്ചാടി കഴിക്കാറുണ്ട് അല്ലെ. നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം. നമ്മുടെ പുല്ലിനെ പുൽച്ചാടി കഴിക്കുകയാണെ. പുൽച്ചാടീനെ എന്ത് കഴിക്കാറുണ്ട്? നമ്മുടെ തവള കഴിക്കാറുണ്ട്. തവളേനെ എന്ത് കഴിക്കാറുണ്ട്? നമ്മുടെ പാമ്പ് കഴിക്കാറുണ്ട്. പാമ്പിനെ എന്ത് കഴിക്കാറുണ്ട്? നമ്മുടെ പരുന്ത് കഴിക്കാറുണ്ട് അല്ലെ. ഈ രീതിയിൽ ഒരു സസ്യത്തിനെ ഒരു ജീവി കഴിക്കുന്നു, അതിനെ മറ്റൊരു ജീവി കഴിക്കുന്നു, അതിനെ വീണ്ടും ഒരു ജീവി കഴിക്കുന്നു അല്ലെ. ഈ രീതിയിൽ ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇതിങ്ങനെ പോവല്ലേ. ഇതിനെ നമുക്കിങ്ങനെ നേരെ എഴുതാൻ പറ്റില്ലേ? ഇങ്ങനെ നമ്മൾ വളഞ്ഞു തിരിഞ്ഞു വരയ്ക്കുന്നതിന് പകരം നമുക്കൊരു ഒറ്റ വരിയിലായിട്ട് ഇതിനെ എഴുതാൻ പറ്റില്ലേ? എങ്ങനെയാ എഴുതുന്നത്? ഗ്രാസിനെ ഗ്രാസ് ഓപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഓപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ ഇതാ സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ ഈഗിൾ കഴിക്കുന്നു. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. ഈ രീതിയിൽ നമുക്ക് എഴുതി പോകാൻ പറ്റുമല്ലോ. ഇങ്ങനെ എഴുതുന്നതിന്, ഇങ്ങനെ ഒരൊറ്റ ലൈനാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഈ ഒരു ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് ചെയിൻ അഥവാ ഭക്ഷ്യ ശൃംഖല എന്ന് വിളിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ, എന്താ വിളിക്കുന്നത്? ഫുഡ് ചെയിൻ അഥവാ ഭക്ഷ്യ ശൃംഖല. ഇവിടെ മിസ് കുറേ ഫുഡ് ചെയിനുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പുല്ലിനെ മാൻ കഴിക്കുന്നു, മാനിനെ സിംഹം കഴിക്കുന്നു. 3 ജീവികളെ കൊടുത്തിട്ടുള്ളൂ അല്ലെ. ഒന്ന് സസ്യമാണ്, വേറെ 2 ജീവികളാണ്. അതും എന്ത് തന്നെയാണ്? ഒരു ഫുഡ് ചെയിൻ ആണ്, ഒരു ഭക്ഷ്യ ശൃംഖലയാണ്. അടുത്ത് നോക്കിയേ, പുല്ലിനെ പുഴു കഴിക്കുന്നു, പുഴുവിനെ നമ്മുടെ കോഴി കഴിക്കുന്നു, കോഴിനെ നമ്മുടെ കുറുക്കൻ കഴിക്കുന്നു അല്ലെ. അടുത്ത് നോക്കിയേ, പുല്ലിനെ റാബിറ്റ് അല്ലെ, മുയല് കഴിക്കുന്നു, മുയലിനെ വീണ്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ എന്ത് കഴിക്കുന്നു? നമ്മുടെ കടുവ കഴിക്കുന്നു അല്ലെ. ഇതും എന്താണ്? മറ്റൊരു ഫുഡ് ചെയിൻ ആണ്. ഇങ്ങനെ എത്ര തരം ഫുഡ് ചെയിൻ, എത്ര തരം ഭക്ഷ്യശൃംഖലകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും അല്ലെ. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഉൾപ്പെടുത്തി, മനുഷ്യന്മാരെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ ലൈനായിട്ട് നേർരേഖയിൽ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് ചെയിൻ അഥവാ ഭക്ഷ്യ ശൃംഖല എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫുഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തിനായിരിക്കും നമ്മൾ ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് വിളിക്കുന്നത്? നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഗ്രാസ്, പുല്ല് പറഞ്ഞായിരുന്നു അല്ലെ. പുല്ലിനെ കഴിക്കാൻ നമുക്ക് മാനുണ്ട് ഉണ്ടല്ലോ. മാൻ മാത്രമാണോ പുല്ല് കഴിക്കുന്നത്? അല്ല, പുല്ലിനെ തന്നെയാണ് നമ്മുടെ പുഴു കഴിക്കുന്നത്. ഇതേ പുല്ലിനെ തന്നെയാണ് നമ്മുടെ റാബിറ്റ് കഴിക്കുന്നത് അല്ലെ. ഇനി നിങ്ങൾ നോക്കിയേ, ഈ മാനിനെ ആര് കഴിക്കുന്നു എന്നാ പറഞ്ഞേ? നമ്മുടെ സിംഹം കഴിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ലയോൺ, ഈ ലയൺ മാത്രമാണോ മാനിനെ കഴിക്കുന്ന ആള്? അല്ല, നമ്മുടെ കടുവയ്ക്കും വേണമെങ്കിൽ എന്തിനെ കഴിക്കാം? മാനിനെ കഴിക്കാം അല്ലെ. നമ്മുടെ കോഴീനെ നമ്മൾ എടുക്കുക. കോഴീനെ ഇവിടെ കുറുക്കൻ കഴിക്കുന്നതായിട്ടേ കാണിച്ചിട്ടുള്ളൂ അല്ലെ. കുറുക്കൻ മാത്രമാണോ കോഴീനെ കഴിക്കാറ്? അല്ലല്ലേ. നമ്മൾ മനുഷ്യന്മാർ വരെ എന്തിനെ കഴിക്കാറുണ്ട്? കോഴീനെ കഴിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ രീതിയിൽ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്ന സമയത്ത് ആ ഫുഡ് ചെയിനിലുള്ള ആളുകൾ മാത്രമല്ല എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ബാക്കി ഫുഡ് ചെയിനിലുള്ള ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റും അല്ലെ. ഇങ്ങനെ പലതരത്തിലുള്ള ജീവികളെ, ഒരുപാട് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷ്യ ശൃംഖലകളെ ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് അഥവാ ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഗ്രാസ് ഉണ്ട് അല്ലെ. ഈ ഗ്രാസിനെ ആര് കഴിക്കുന്നുണ്ട്? നമ്മുടെ പുൽച്ചാടി അല്ലെ, ഗ്രാസ് ഓപ്പർ കഴിക്കുന്നുണ്ട്. ഈ ഗ്രാസ് ഓപ്പറിനെ ബേർഡ് കഴിക്കുന്നുണ്ട്, ബേർഡിനെ സ്നേക്ക് കഴിക്കുന്നുണ്ട്. അതൊരു ഫുഡ് ചെയിൻ ആണല്ലോ. ഇതേപോലെ തന്നെ ഈ ഗ്രാസിനെ അല്ലെങ്കിൽ ഈ ഗ്രാസ് ഓപ്പറിനെ എന്ത് കഴിക്കുന്നുണ്ട്? നമ്മളെ തവള കഴിക്കുന്നുണ്ട്, തവളേനെ സ്നേക്ക് കഴിക്കുന്നുണ്ട്. അത് വേറൊരു ഫുഡ് ചെയിൻ ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഫ്രോഗിനെ തന്നെ ഇവിടെ നമ്മുടെ മൂങ്ങ കഴിക്കുന്നുണ്ട്. ഈ ഗ്രാസ് കഴിക്കുന്ന വേറൊരാളാണ് നമ്മളെ എലി അല്ലെ. എലീനെ ആരൊക്കെ ഭക്ഷിക്കുന്നുണ്ട്? നമ്മുടെ മൂങ്ങയും നമ്മുടെ പരുന്തും നമ്മുടെ കുറുക്കനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷിക്കുന്നുണ്ട് അല്ലെ. ഈ തരത്തില് ഒരു ജീവിനെ തന്നെ പല ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരാക്കുന്നുണ്ട്. അതുപോലെ ഒരേ ജീവി തന്നെ പല ജീവികളെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഈ ഫുഡ് ചെയിനുകളെ ഒക്കെ കൂടെ പരസ്പരം ബന്ധിപ്പിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് അഥവാ ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പുല്ലിതാ, നമ്മുടെ പുല്ല് വീണ്ടും ആര് കഴിക്കുന്നു? നമ്മുടെ മുയല് കഴിക്കുന്നു. മുയലിനെ നമ്മളെ സിംഹം കഴിക്കുന്നുണ്ട്. പുല്ല് കഴിക്കുന്ന വേറൊരാളാണ് നമ്മളെ മാൻ. മാനിനെ നമ്മളെ സിംഹവും കഴിക്കുന്നുണ്ട്, നമ്മളെ ടൈഗറും കഴിക്കുന്നുണ്ട്. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എഴുതാം. ഇവിടെ ഇതാ പുല്ലിനെ കഴിക്കുന്ന ആളാണ് നമ്മളെ പുഴു. പുഴുവിനെ കോഴി കഴിക്കുന്നുണ്ട്, കോഴീനെ മനുഷ്യരും കഴിക്കുന്നുണ്ട്,
അതേപോലെ നമ്മുടെ സ്നേക്ക് അല്ലെ, പാമ്പും കഴിക്കുന്നുണ്ട്. പാമ്പ് കഴിക്കുന്നത് കോഴീനെ മാത്രമാണോ? അല്ല, പാമ്പ് ഇതാ നമ്മളെ തവളേനെ കഴിക്കുന്നുണ്ട്. തവളയാണ് നമ്മളെ പുഴുവിനെ കഴിക്കുന്ന ആള്. പുഴു എന്താണ് കഴിക്കുന്നത്? നമ്മുടെ പുല്ല് കഴിക്കുന്നുണ്ട്. ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് അഥവാ ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഫുഡ് ചെയിൻ എഴുതാൻ പറയുന്നത് കേട്ടോ. എന്താണ് ചോദിക്കുക? നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് ചെയിൻ തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ നിങ്ങളോട് സ്വന്തമായിട്ട് എന്ത് എഴുതാൻ പറയും? ഒരു ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിൻ എഴുതാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഫുഡ് ചെയിൻ എഴുതുന്ന സമയത്ത്, ഇപ്പൊ ഫുഡ് വെബ് ആണെങ്കിലും കേട്ടോ, എന്താണെങ്കിലും ശരി, നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം വരുന്ന ആളുണ്ടാവില്ലേ, അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വരുന്ന ആദ്യത്തെ കണ്ണി ഉണ്ടാവില്ലേ, അതാരായിരിക്കണം? നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും ആരായിരിക്കണം. നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കണം കേട്ടോ. എപ്പോഴും നമ്മുടെ ഹരിത സസ്യം അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ആദ്യത്തെ കണ്ണിയായിട്ട് വരേണ്ടത്. അത് കഴിഞ്ഞു വരുന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് അവസാനം വരുന്ന ആളുകളെ പറ്റി പറയാം. ഒരു ഫുഡ് ചെയിൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഏറ്റവും അവസാനം വരുന്ന കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കണം? നിങ്ങൾ നോക്കിയേ, ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവരൊക്കെ ആരാണ്? മാംസഭോജികളാണ് അല്ലെ, മാംസഭോജികളാണ്. എന്താ മാംസഭോജികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് മാത്രം കഴിക്കുന്നവര്? മാംസം മാത്രം കഴിക്കുന്ന ആളുകളാണ്. ക്ലിയർ ആണോ? അപ്പൊ ആദ്യത്തെ ആള് ഗ്രീൻ പ്ലാന്റ്സ്, ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ കിടക്കുന്ന ആള് മാംസഭോജികള് അല്ലെ, കാർണിവോസ്, അതായത് മാംസം മാത്രം ഭക്ഷിക്കുന്ന ആളുകള്. ഇനി ഇടയിലുള്ള ആളുകൾ നോക്കിയേ നിങ്ങൾ. ഈ ഇടയിലുള്ള ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയാ പ്രത്യേകതകള്? ഇവരെന്താവാം? ചിലപ്പം ഇവരെന്ത് മാത്രം കഴിക്കുന്നവരാവാം? നമ്മുടെ സസ്യഭോജികൾ മാത്രമാവാം, സസ്യങ്ങളെ മാത്രം കഴിക്കുന്ന ആളുകളാവാം. എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. അതിനകത്ത് എന്തും ആൾക്കാർ വരാം. മിശ്രഭോജികൾ അല്ലെ, സസ്യാഹാരം കഴിക്കുന്നവരും ഉണ്ടാവാം, അതുപോലെ എന്ത് കഴിക്കുന്നവരും ഉണ്ടാവാം, മാംസാഹാരം കഴിക്കുന്നവരും ഉണ്ടാവാം. അപ്പൊ നമ്മളൊരു ഫുഡ് ചെയിൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മുടെ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കണം? എപ്പോഴും അത് എന്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം? നമ്മളെ ഗ്രീൻ പ്ലാന്റ്സിൽ, ഹരിത സസ്യങ്ങളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അധികവും പുല്ലിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫുഡ് ചെയിന് തുടങ്ങുന്നത്. ക്ലിയർ ആണോ? അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? നമ്മൾ ഏറ്റവും ലാസ്റ്റ് അത് അവസാനിപ്പിക്കില്ലേ? അവസാനിപ്പിക്കുന്ന സമയത്ത് മാക്സിമം എന്തിലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്? ഒരു മാംസഭോജി അല്ലേ, നമ്മൾ വലിയ, അതായത് മാംസം മാത്രം കഴിക്കുന്ന ഏതെങ്കിലും ഒരാളുകളെ എന്ത് ചെയ്യുക? അവിടെ കൊടുക്കുക. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് രണ്ടിലും, അതായത് സസ്യം മാത്രം കഴിക്കുന്നവരെയും കൊടുക്കുക, മിശ്രഭോജികളെയും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫുഡ് ചെയിൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. മിസ് നോക്കുവേ. ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് മിസ് ഇനിയും വരാം. ബൈ.